പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി. പ്രവേശത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസ് അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് ഒരു വശത്ത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കേട്ടിരുന്ന സൂചനകൾ മറികടന്നുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്ക് പാർട്ടി കടക്കും എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവരുന്നത്. അതനുസരിച്ച് തൃശൂരിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകും എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ മറുവശത്ത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പത്മജ വേണുഗോപാൽ തിരികെ എത്തുന്നു. ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പത്മജ വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുക? അത് തൃശൂർ മണ്ഡലത്തിലായാലും വടകര നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മറികടക്കാൻ കോൺഗ്രസിന് കഴിയുമോ? ഞങ്ങളുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുൻപ് ഇ.പി. ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഇനിയും മാറിക്കൂടുകയില്ല. അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ. ഇതുവരെ ഒരു പാർട്ടിക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ പോലും നിർണ്ണയിക്കാൻ കഴിയാത്ത തരത്തിൽ അതിനകത്ത് ഗ്രൂപ്പ് വഴക്കുകളും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വഴക്കുകളും ഒക്കെയായി ഇപ്പോൾ ഒരു സംഘർഷപൂരിതമാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസിനകത്തുനിന്ന് പലരും പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരാൾ ചാടി, എനിക്ക് തോന്നുന്നു ഇന്നും ചാടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കൂ, ഇന്നല്ലെങ്കിൽ നാളെ ചാടും. അപ്പോൾ പലരും ഇങ്ങനെ കോൺഗ്രസ് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് കോൺഗ്രസിൻ്റെ അവസ്ഥ, UDFിൻ്റെ അവസ്ഥ. അതുകൊണ്ടാവാനല്ല, അവർക്കാകെ കൺഫ്യൂഷനാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഏതാണ്ട് 2 ആഴ്ചക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തി, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികൾ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് വരെ അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനോ അതിൽ അവർക്ക് ഏകീകരിച്ചൊരു അഭിപ്രായത്തിൽ എത്താനോ സാധിച്ചില്ല. അതുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ ടി.എൻ. പ്രതാപൻ 10,000-കണക്കിന് പോസ്റ്റർ കളിച്ചു, കിലോമീറ്ററുകൾ പദയാത്ര നടത്തി, എല്ലാം ഇപ്പോൾ പാഴായി. ഇപ്പോൾ മുരളീധരൻ വരാൻ പോകും. എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും ഇതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ഈ ബോർഡുകളും അതുപോലെ ചുമരെഴുത്തുകളൊക്കെ നടത്തി. വടകരയിലും ഇതുപോലെ ബോർഡുകളും അതുപോലെ ധാരാളം ചുമരെഴുത്തുകളും വന്നിട്ടുണ്ട്. ഈ 2 മണ്ഡലത്തിൽ മാത്രമല്ല, പല മണ്ഡലങ്ങളിലും വന്നു. അങ്ങനെ ആകെ തന്നെ കോൺഗ്രസിൻ്റെ ഒരവസ്ഥയിലാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് വിപത്ത്, RSS സംഘപരിവാർ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ, ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ സംഘടിതമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനജീവിതം ദുസ്സഹമാവുകയാണ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു വരികയാണ്. അത്തരത്തിലൊരു പ്രത്യേക സാഹചര്യം രാജ്യമാകെ നേരിടുന്നു, കേരളം അഭിമുഖീകരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം ജയിച്ചു വരണം. അപ്പോൾ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ്. ജനങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. ആ ജനങ്ങളുടെ സ്ഥാനാർത്ഥി നല്ല വിജയം നേടി ഉയർന്നു വരണം. എന്നിട്ട് വേണം ഇന്ത്യയെ രക്ഷിക്കാൻ. ഇന്ത്യ BJP വിരുദ്ധ ശക്തികളുടെ ഒരു കേന്ദ്ര രൂപമായി വളർന്നു വരികയാണ്. അത് ശക്തിപ്പെടണമെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം ജയിക്കണം. BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ BJP ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഇടതുപക്ഷം ജയിച്ചു വരണം. അതിന് ഇടതുപക്ഷത്തെ പിന്തുണക്കുക. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് രാജ്യത്തെ രക്ഷിക്കുക. അതാണ് ഇന്ന് കേരള സമൂഹത്തോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പലരും പോയേക്കും. എനിക്ക് BJP വലിയൊരു വല വീശിയിരിക്കുകയാണ്. പണം കൊടുത്തും അതുപോലെ മറ്റു പല സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അവർ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MP-മാരെ പിടിക്കുന്നില്ലേ, MLA-മാരെ പിടിക്കുന്നില്ലേ? കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റിനെ തന്നെ അദ്ദേഹം RSSന് കാവലേർപ്പെടുത്തിയ ആളല്ലേ. ആരൊക്കെ പോകും, എന്തൊക്കെ പോകുമെന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ CPM-ൽ നിന്ന് പോകാൻ സാധ്യതയില്ല. ചിലപ്പോൾ പാർട്ടി നേരത്തെ നടപടിയെടുത്തിട്ടുള്ള ചിലരുണ്ടാകും, എനിക്കതറിഞ്ഞുകൂടാ. ചിലപ്പോൾ നടപടിയെടുത്ത ചിലരുണ്ടാകും. ആ നടപടിയുടെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ ഈ നടപടിയെടുത്തവരെയൊക്കെ നോക്കി നടക്കുന്നവരായതുകൊണ്ട് ചിലപ്പോൾ CPM-ൽ നിന്നും ആരെങ്കിലും എങ്ങനെയെങ്കിലും നടപടിയെടുത്തവരാണെങ്കിൽ ആകട്ടെ, കൊള്ളാത്തവരാണെങ്കിൽ ആകട്ടെ എന്ന് ധരിച്ച് നടക്കുന്നുണ്ടാകും. ഇതെനിക്കറിഞ്ഞുകൂടാ. അപ്പം അത് സുരേന്ദ്രനോട് തന്നെ ചോദിച്ചാൽ സുരേന്ദ്രൻ ആരെങ്കിലുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ നോക്കാം, എങ്ങോട്ടെങ്കിലും പോകാൻ.
കോൺഗ്രസിന് ആശയക്കുഴപ്പമാണ് പരിപൂർണമായിട്ടുള്ളത്. പരിതാപകരമായ അവസ്ഥയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് LDF കൺവീനർ EP ജയരാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ സമയത്ത് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ VV അരുൺ, CV അനുമോദ്, ഒപ്പം VV വിനോദ്, ശരണ്യ സ്നേഹജൻ, MS അനീഷ് കുമാർ, വിനേഷ് കുമാർ എന്നിവർ ചേരുന്നു. ആദ്യം അരുണിലേക്ക്. അരുൺ, വളരെ പ്രധാനപ്പെട്ട കാര്യം, CPM തന്നെ ഉറ്റുനോക്കുന്നു ഇത് ഏത് തരത്തിലാണ് കോൺഗ്രസിന്റെ അടുത്ത നീക്കങ്ങൾ എന്നുള്ളത്. ഒരു ശക്തമായുള്ള ഒരു മത്സരത്തിനുള്ള സാധ്യത പോലും മണ്ഡലങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഒരുപക്ഷെ ഇതുവരെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ മറ്റേതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലോ കാണാത്ത രീതിയിലുള്ള ഒരു അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ് എന്ന് CPM നേതാക്കൾ തന്നെ പരസ്യമായിട്ടൊക്കെ പറയുന്ന ഒരു സാഹചര്യം. കോൺഗ്രസിന്റെ ദൗർബല്യം, കോൺഗ്രസിന് കൃത്യമായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത്, ഒരു സർപ്രൈസ് ലിസ്റ്റിലേക്ക് കടക്കുമ്പോൾ അതിൽ പോലും ഉണ്ടാകുന്ന ആശയക്കുഴപ്പം, അങ്ങനെയുള്ള പ്രതികരണങ്ങളെല്ലാം വരുന്ന സമയത്ത് കൃത്യമായി സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ എന്താണ് കോൺഗ്രസിന്റെ അടുത്ത നീക്കം സംബന്ധിച്ച്? അപർണ, കെ മുരളീധരൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി എന്നത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നീക്കം തന്നെയായിരുന്നു, രാഷ്ട്രീയ നീക്കം തന്നെയാണ്. കാരണം തൃശ്ശൂരിൽ നിന്ന് കോൺഗ്രസ് ലീഡറുടെ കെ കരുണാകരൻ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടം അദ്ദേഹം തട്ടകമാണ് തൃശ്ശൂർ. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ മകൾ BJPയിലേക്ക് പോകുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ മകനെ രംഗത്തിറക്കിക്കൊണ്ട് മറുപടി പറയുകയാണ്. അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ പോകുന്ന ആഘാതം കുറയ്ക്കുക എന്ന ഒരു തന്ത്രമാണ് കോൺഗ്രസ് അവിടെ സ്വീകരിച്ചത്. പക്ഷേ ആ ഒരു തന്ത്രം ഏത് വിധത്തിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങളുമുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണമായി പറയുന്നത് വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിൽ മൊത്തത്തിലുണ്ടാകുന്നു. ഇപ്പോൾ EP ജയരാജൻ്റെ വാക്കുകൾ ഉൾപ്പെടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കോൺഗ്രസിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. TN പ്രതാപൻ കിലോമീറ്ററുകൾ പദയാത്ര നടത്തിയ ആളാണ്, 10,000-കണക്കിന് പോസ്റ്ററുകൾ തയ്യാറാക്കി പ്രചരണം ആരംഭിച്ചയാളാണ്. അതേപോലെ വടകരയിൽ കെ മുരളീധരൻ ആ രീതിയിൽ പ്രചരണവുമായി മുന്നോട്ട് പോയ ആളാണ്. അങ്ങനെ വരുമ്പോൾ അതൊരു ആശയക്കുഴപ്പം രീതിയിൽ ഉണ്ടാക്കും. അത് മുതലെടുക്കാൻ കൂടി CPM ശ്രമിക്കുമെന്ന ഉറപ്പാണ്. ഏതായാലും പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശം CPMന് വലിയ ഒരു ആയുധമായി, വലിയൊരു ഊർജ്ജമായി മാറുമെന്ന് ഉറപ്പാണ്. കാരണം വലിയ പ്രതിസന്ധികളിലൂടെ സംസ്ഥാനത്ത് സർക്കാരടക്കം, അത് വനമേഖലയിലെ വന്യജീവി സംഘർഷങ്ങളാകട്ടെ, സിദ്ധാർത്ഥൻ്റെ മരണമുണ്ടാക്കിയ ഞെട്ടലാകട്ടെ, അത് ഓരോ ദിവസവും ഓരോ കുടുംബങ്ങളുണ്ടാക്കുന്ന ആശങ്കയാകട്ടെ, സർക്കാർ ജീവനക്കാരുടെ ശമ്പള പ്രതിസന്ധിയാകട്ടെ, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി, എല്ലാം കൊണ്ടും സർക്കാരിന് വലിയ തിരിച്ചടിയുടെ സമയത്താണ് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നത്. അത് ആ രീതിയിൽ ഇടതുപക്ഷം ആയുധമാക്കുമെന്ന ഉറപ്പാണ്. അതിൻ്റെ ഒരു സന്തോഷം ആ നേതാക്കളുടെ പ്രതികരണങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടിക, അത് ഏറ്റവും പ്രധാനപ്പെട്ട പേര് സ്വാഭാവികമായും ആ സ്ഥാനാർത്ഥി പട്ടികയിൽ രാഹുൽ ഗാന്ധി തന്നെയാണ്. വയനാട് വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പേര്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കും, അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. പക്ഷേ അവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പേര് കൂടി ഇപ്പോഴും പരിഗണനയിലുണ്ട്. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഒരുമിച്ച് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. കാരണം പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ രണ്ടുപേരും മത്സരരംഗത്തേക്ക് വന്നാൽ അത് കോൺഗ്രസിൻ്റെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലടക്കം ചില പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് KC വേണുഗോപാൽ മാറി നിൽക്കുന്ന തരത്തിലുള്ള വിലയിരുത്തൽ ഈ ഘട്ടത്തിലും ഉയർന്നു വരുന്നു. തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെയാണ് മറ്റൊരു പേര്. കോൺഗ്രസിനെ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് മത്സരിക്കുന്നു. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന് ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിലുണ്ട്, പരാജയ സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തലുകളൊക്കെ. പക്ഷേ അപ്പോഴും ഒരിക്കൽ കൂടി കൊടിക്കുന്നിൽ വിശ്വാസം അർപ്പിക്കുകയാണ് കോൺഗ്രസ്. ഹൈബീഡൻ തന്നെയാകും എറണാകുളത്ത് സ്ഥാനാർത്ഥി. ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ തന്നെ വീണ്ടും മത്സരിച്ചേക്കും എന്ന സൂചനകൾ പുറത്തു വരുന്നു. കണ്ണൂരിൽ KPC അധ്യക്ഷൻ വീണ്ടും മത്സരിക്കും. അത് വലിയ തർക്കങ്ങളും ആശങ്കകളൊക്കെ ഉണ്ടായിരുന്ന കാര്യമാണ്. കണ്ണൂരിലെ കാര്യം അദ്ദേഹം മാറി നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി മത്സരിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. KPC അധ്യക്ഷ പദം അടക്കം തന്നെ നിലനിർത്തണം, മാറ്റാൻ കഴിയുന്ന നിലപാടെടുത്തുകൊണ്ട് അങ്ങനെ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് സുധാകരൻ മത്സരിക്കുകയാണ്. വടകരയിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവിനെ പാലക്കാട് MLA ഷാഫി പറമ്പിൽ ഇറക്കി കെ മുരളീധരന് പകരക്കാരനായി കൊണ്ടുവരാൻ കോൺഗ്രസ് തീരുമാനമെടുക്കുന്നു. അത് ആ രീതിയിൽ തന്നെ അവിടെ ഷാഫി തന്നെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അപ്പോഴും ഉയർന്നു വരുന്ന ചോദ്യമുണ്ട്. പാലക്കാട് വലിയ വെല്ലുവിളി BJPയിൽ നേരിട്ടാണ് ഷാഫി പറമ്പിൽ ഇത്തവണ ജയിച്ചു വന്നത്. ഷാഫി വടകര വിജയിച്ചാൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാട് പോകും. അപ്പോൾ അവിടെ എങ്ങനെയാണ് മണ്ഡലം നിലനിർത്തുന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും തീരുമാനം ഉച്ചയോളം ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം കാണാം കേട്ടോ. അല്ല അത് പാർട്ടി തീരുമാനിച്ചിട്ട് അറിയിക്കും. ഉച്ചയ്ക്ക് അനൗൺസ്മെന്റ് വരും, അതിനുശേഷം കാണാം. അതുകൊണ്ട് അല്ലാതെ
പ്രതിഷേധം കൊണ്ടൊന്നും കാണാതിരിക്കുന്നതല്ല. എന്തിനെന്നും കണ്ടിട്ട് അത് കുഴപ്പമില്ല. അതിപ്പോ എന്തായാലും സ്ഥാനാർത്ഥി പുതിയ ആള് വരുമ്പോ കൺവെൻഷൻ മാറ്റമൊന്നും ഉണ്ടാവില്ല. കൺവെൻഷൻ നടക്കും. ഞാൻ പോയിട്ട് വരാം. പാർട്ടി തീരുമാനങ്ങളിൽ അതൃപ്തി ഉണ്ടാകുകയില്ല എന്നുള്ള സൂചന നൽകി കെ മുരളീധരന്റെ പ്രതികരണം. ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാമെന്ന് പറയുന്നു. സ്ഥാനാർത്ഥി മാറുന്നത് ഇതുവരെ നടത്തിയ പ്രചാരണത്തിന്റെ സ്വഭാവത്തെ ബാധിക്കുകയില്ല, കൺവെൻഷനെ ബാധിക്കുകയില്ല എന്ന് മുരളി പറയുന്നിടത്ത് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നിടത്തും ഇതിനകത്ത് മുരളിയുടെ അതൃപ്തി പല രീതിയിൽ റിപ്പോർട്ടുകൾ വന്നതാണ്. MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു മാറ്റത്തിന് കെ മുരളീധരൻ എത്രത്തോളം സജ്ജനാണ് അല്ലെങ്കിൽ സന്നദ്ധനാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളായിരുന്നു. ഇതിൽ ഏകദേശം അദ്ദേഹത്തിന്റെ ശരീരഭാഷ, അദ്ദേഹത്തിന് പറഞ്ഞതിന്റെ ആ ശൈലിയെല്ലാം അനുസരിച്ച് തൃശ്ശൂരിലേക്ക് തന്നെ കെ മുരളീധരൻ വരുന്നു, അത് പാർട്ടി പറയുന്നതനുസരിച്ച് തന്നെ നടക്കും എന്നുള്ളൊരു സൂചനകളൊക്കെ ഉണ്ട്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാമെന്ന് പറയുമ്പോഴും ഇപ്പോൾ വിലയിരുത്തേണ്ടത് ഏത് തരത്തിലാണ്? അനീഷ് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. MS അനീഷ് കുമാർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. ഏതായാലും കെ മുരളീധരന്റെ പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടല്ല, താൻ മാധ്യമങ്ങളെ ഒഴിവാക്കിയതല്ല, പ്രതികരണം തരാതിരുന്നതല്ല, ഉച്ചയ്ക്ക് ശേഷം തന്നെ മാധ്യമങ്ങളെ കാണും, അതിനുള്ളിൽ ഒരു തീരുമാനമാകും എന്ന് പറയുന്നിടത്തും മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു, തൃശ്ശൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥി പ്രചാരണം തുടങ്ങി, കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം നീക്കങ്ങളെല്ലാം നടക്കുമ്പോൾ ഇനിയൊരു സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടായാൽ ഇത് ഏത് തരത്തിൽ ബാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ സ്ഥാനാർത്ഥി മാറിയാലും കൺവെൻഷൻ നടക്കുമെന്ന് പറയുന്നിടത്ത് വായിക്കാവുന്നതാണ്, അതിനിടയിൽ വായിച്ചെടുക്കാവുന്നതാണ്. പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന വഴിയിലൂടെ തന്നെ പോകാനുള്ള താല്പര്യം കെ മുരളീധരൻ വ്യക്തമാക്കുന്നു. ആ ഭാഷ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ശൈലിയിലും ഉള്ളത്. കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് തന്നെ വന്നേക്കുമെന്നുള്ള സൂചനകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് പോലെ തന്നെ ഏത് തരത്തിലാണ് വടകരയിൽ അത് ബാധിക്കുക, പ്രത്യേകിച്ച് ലീഗൊക്കെ അതൃപ്തി പ്രകടമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുക. ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോകുമ്പോൾ പാലക്കാട് എന്താണ് സംഭവിക്കുക, ആ തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ചില അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്താതെ വയ്യ എന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശം ഈ 48 മണിക്കൂറിനകത്ത് സംഭവിച്ചിരിക്കുന്ന വലിയൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റായി മാറിയതുകൊണ്ട് അത് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിന് തന്നെ ആയതുകൊണ്ട്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകാത്തത് കൊണ്ടെല്ലാം തന്നെ കോൺഗ്രസിന് ആ രീതിയിലുള്ള ചില സർപ്രൈസ് എലിമെന്റുകൾ ഉൾപ്പെടുത്തിയേ മതിയാവുകയുള്ളൂ. MS അനീഷ് കുമാർ ചേരുന്നു വീണ്ടും. അനീഷ്, വായിച്ചെടുക്കേണ്ടത് എങ്ങനെയാണ്? പാർട്ടി തീരുമാനം ഉച്ചയോടുകൂടി മാധ്യമങ്ങളെ അറിയിക്കാം, താൻ എന്തെങ്കിലും പിണക്കമുണ്ടായിട്ട് മാറി നിൽക്കുന്നതല്ല എന്ന് പറയുന്നിടത്തും പോലും ആ രീതിയിലേക്ക് തന്നെ തൃശ്ശൂരിലേക്ക് തന്നെ കെ മുരളീധരൻ വരും, ആ ഒരു സൂചന തന്നെയല്ലേ ഉള്ളത്? തീർച്ചയായും മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോകുന്നതിനോട് ഏതാണ്ട് യോജിച്ചു വരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രതികരണം എടുക്കാൻ മാധ്യമങ്ങൾ എത്തുമ്പോൾ ഒരു അതൃപ്തി ഒരു കാലത്തും പ്രകടിപ്പിക്കുന്ന ആളല്ല. പക്ഷേ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് ഇവിടെ നിന്ന് കുറച്ചു നേരത്തേക്കൊന്ന് മാറാൻ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പക്ഷേ അത് അദ്ദേഹം തന്നെ വ്യക്തത വരുത്തിയിരിക്കുന്നു. ഒരു അതൃപ്തി കാരണമല്ല, അത് പാർട്ടി തീരുമാനം വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പാർട്ടി തീരുമാനം ഉടൻ വൈകാതെ എത്തും, അപ്പോഴേക്കും താൻ തിരിച്ചെത്തി നിങ്ങളെ കാണും എന്ന രീതിയിൽ തന്നെയാണ് ആ പ്രതികരണം നൽകിയിരിക്കുന്നത്. വടകരയിൽ മറ്റന്നാൾ കൺവെൻഷൻ ചേർക്കാനുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം ആ പ്രതികരണം പറയുന്നുണ്ട്. എന്തായാലും അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ മറ്റ് കൺവെൻഷനും യോഗങ്ങളുമൊക്കെ അതുപോലെ നടക്കുമല്ലോ എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും പ്രവർത്തകരടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് രാവിലെ എത്തി അദ്ദേഹവുമായി ചർച്ചകൾ നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും മുരളീധരൻ ഈ മണ്ഡല മാറ്റത്തോട് ഒരു യോജിപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെ ആണ് നമുക്ക് കാണാൻ കഴിയുന്ന. പ്രവർത്തകരൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അദ്ദേഹം വടകരയിൽ നിന്ന് മാറുന്നു, തൃശ്ശൂരിലേക്ക് പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്? നിങ്ങളോട് അദ്ദേഹം സംസാരിച്ചോ? അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്കൊന്നുമില്ല, പാർട്ടി തീരുമാനം എന്താണോ അതാണ് അംഗീകരിക്കുക, അതിലപ്പുറമൊന്നുമില്ല. അദ്ദേഹം തൃശ്ശൂർ പിടിക്കാൻ പറ്റിയ ആൾ തന്നെയാണ്. ഓ തീർച്ചയായിട്ടും. 20 നിയോജകമണ്ഡലം പിടിക്കാൻ പറ്റുന്ന ആളാ അദ്ദേഹം. 20 നിയോജകമണ്ഡലം പിടിക്കാൻ പറ്റുന്ന ആളാ. അതായത് എവിടെ വേണേലും ഇട്ടാലും മണ്ഡലം പിടിക്കും. ഇവിടെ വേണേലും ഏത് സ്ഥലത്തിട്ടാലും പിടിക്കും. ഏത് മണ്ഡലം വേണേലും പുള്ളിക്ക് കൊടുത്താൽ ഫ്രീ ആണ് ഞങ്ങൾക്ക്. ഞങ്ങളെ സംബന്ധിച്ചോളം
ഏറ്റവും മുൻപന്തിയിൽ ഏറ്റവും ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ. എങ്ങനെയാണ് അദ്ദേഹം പോകുന്ന കാര്യം പറഞ്ഞു നിങ്ങൾ? അദ്ദേഹം വടകര വന്നത് കഴിഞ്ഞ ഇലക്ഷനിലൊരു മാസ എൻട്രിയാണ്. അവിടെ ആക്രമണ രാഷ്ട്രീയത്തിനെതിരിൽ പോയി അവിടെ പരാജയപ്പെടുത്തി. നേമത്ത് പോയി അവിടെയും BJPനെ ഇല്ലാതാക്കി. അതേപോലെ തന്നെയാണ് ഇനി തൃശ്ശൂർ വരികയാണെങ്കിൽ അതറിയില്ല, കാരണം അത് പാർട്ടീൻ്റെ തീരുമാനവും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു മണിക്കൂറിൻ്റെ ഉള്ളിൽ അതിൻ്റെ കോഴിക്കോട് പാർട്ടിക്ക് ഒരു ഇതുമില്ല. അദ്ദേഹം എവിടെ പോയി? കെ മുരളീധരൻ എന്ന കേരളത്തിൻ്റെ സ്വത്താണ്. അത് കോൺഗ്രസിൻ്റെ മാത്രമല്ല, കേരള ജനതയുടെ സ്വത്താണ്. ഈ ആശയമാണ് കെ മുരളി. പണ്ട് രാഹുൽ ഗാന്ധി നേമത്ത് പറഞ്ഞ പോലെ അതൊരു ആശയമാണ് കെ മുരളീധരൻ. അത് ഇങ്ങനത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പാർട്ടിനെ രക്ഷിച്ചിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെയാണോ? അതെ, അങ്ങനെ തന്നെ. ഇവിടെ വർഗീയ പാർട്ടിയെ കേരളത്തിൽ നിലനിർത്തിക്കില്ല. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഞങ്ങൾ പൂർത്തീകരിക്കും. എന്തായാലും പ്രവർത്തകർ പറയുന്നത് ഒരു പാൻ കേരള സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അത് കെ മുരളീധരനാണ്. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും മത്സരിക്കട്ടെ, അദ്ദേഹം എവിടെ മത്സരിച്ചാലും ആ സീറ്റ് പിടിച്ചെടുക്കും. കാരണം വർഗീയ പാർട്ടിയെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കാതിരിക്കുക എന്നത് കെ മുരളീധരൻ്റെ ഒരു ദൗത്യമാണ്. അദ്ദേഹം ആ ദൗത്യം പൂർണ്ണമായി പാലിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ മാറ്റങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം തൃശ്ശൂരിനോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്നും നൽകാൻ കഴിയുന്നത്. ഏതായാലും ഒരു മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് നിന്ന് ചിത്രം വ്യക്തമാകും. കെ മുരളീധരൻ തന്നെ മാധ്യമങ്ങളെ കാണും. നമുക്ക് ഈ പ്രവർത്തകരുടെ അഭിപ്രായങ്ങളിൽ നിന്നുള്ള വികാരം വ്യക്തമാണ്. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ പാർട്ടി കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഇനിയൊരു അസ്വാരസ്യങ്ങൾക്ക് ഇടമില്ല എന്ന് വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകരെ തന്നെ കാണുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില നീക്കങ്ങൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വേണ്ടതാണ് എന്ന് തന്നെ പ്രവർത്തകർ പറയുന്നിടത്ത് ആ രീതിയിൽ തന്നെ വിചാരിക്കണം. ഇപ്പോൾ വരുന്ന വാർത്ത നാളെ കെ മുരളീധരൻ തൃശ്ശൂരിലെത്തും എന്നുള്ളതാണ്. CV അനുമോദും നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, മുരളീധരൻ തൃശ്ശൂരിൽ തന്നെ എന്നുള്ളതിന് ആ ചിത്രം വ്യക്തമാകുന്ന സൂചനകൾ തന്നെയാണോ വന്നുകൊണ്ടിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും മാറി മറിയുന്ന ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻസ് ആയിട്ട് തൃശ്ശൂർ മാറാൻ പോകുന്നു. ആ രീതിയിലേക്കുള്ള 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലേക്കുള്ള ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. മുരളീധരന്റെ കാര്യത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു സർപ്രൈസ് നീക്കത്തിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യമോ അഭിപ്രായ വ്യത്യാസമോ അതിനകത്തുണ്ടാകുമോ എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നതിനകത്ത് അതെല്ലാം തള്ളിക്കൊണ്ട് കെ മുരളീധരൻ തൃശ്ശൂരിലെത്തുകയാണ് നാളെ എന്ന് സ്ഥിരീകരിക്കാമോ ഇപ്പോൾ? തീർച്ചയായും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ അത്യധികം നാടകീയമായ സംഭവവികാസങ്ങളാണ് തൃശൂർ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനമാണ് തൃശൂരിലെ രാഷ്ട്രീയ നീക്കങ്ങൾക്കെല്ലാം തന്നെ അടിസ്ഥാനമായിട്ടുള്ളത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പ്രചരണത്തിന് തുടക്കമിട്ട TN പ്രതാപനെ. അദ്ദേഹം കരുണാകരന്റെ ആ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രചരണത്തിന് തുടക്കമിടുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ 37 ഡിഗ്രി ചൂടിൽ 300 കിലോമീറ്റർ ദൂരം നടന്നു കഴിഞ്ഞു, വോട്ടർമാരെ കണ്ടു കഴിഞ്ഞു, ആത്മവിശ്വാസമുണ്ട്, ഒരു തരത്തിലും ആശങ്കയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പക്ഷേ ഇവിടെ സർപ്രൈസ് എൻട്രി ആയിട്ട് കെ മുരളീധരൻ വരുന്നത്. BJPയിലേക്ക് പോയ പത്മജയ്ക്ക് മറുപടിയായിട്ട് കരുണാകരന്റെ മകൻ കെ മുരളീധരൻ തന്നെ തൃശ്ശൂരിൽ മത്സരിക്കുന്നു എന്നത് കോൺഗ്രസ് എടുക്കുന്ന ഏറ്റവും മികച്ച ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എന്ന് പറയേണ്ടി വരും. എന്താണെങ്കിലും TN പ്രതാപനെ സംബന്ധിച്ച് ഏറെക്കുറെ ഉറപ്പിച്ച സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുക എന്നത് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്ററുകൾ പതിച്ചു കഴിഞ്ഞു, ഫ്ലക്സുകൾ പ്രിന്റ് ചെയ്ത് പലയിടത്തും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു, ചുവരെഴുത്ത് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് അതിനുവേണ്ടി നടത്തി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം പിന്മാറേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇതാണ് ഏറ്റവും നല്ല തീരുമാനമെന്ന് നേതൃത്വം പറയുമ്പോൾ അത് അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ പ്രതാപന്റെ മുൻപിലുള്ള ഒരു വഴിയും. മാത്രമല്ല വരുന്നത് കെ മുരളീധരൻ ആയതുകൊണ്ടും പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ തൃശ്ശൂരിൽ കോൺഗ്രസിന് നടത്താവുന്ന ഏറ്റവും നല്ല ഒരു നീക്കം തന്നെയായിട്ട് വേണം അതിനെ കാണുവാൻ. മറുവശത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ക്യാമ്പയിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ CPIയുടെ ഇടതുപക്ഷത്തിന്റെ പ്രചാരണത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. 2 പാർട്ടികളും TN പ്രതാപനെ മുഖ്യ എതിരാളിയായി കണ്ട് അദ്ദേഹം കഴിഞ്ഞ 5 വർഷം TN പ്രതാപൻ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന കാര്യങ്ങൾ ജനങ്ങളുമായി സംവേദനം നടത്തിയാണ് അവരുടെ ക്യാമ്പയിൻ പുരോഗമിച്ചിരിക്കുന്നത്. പക്ഷേ TN പ്രതാപൻ മാറുന്നതോടെ ഈ ചിത്രം മാറുകയാണ്. ഇടതുപക്ഷ BJPയും 2 പേർക്കും TN പ്രതാപനാണെങ്കിൽ
ക്യാമ്പയിൻ കുറെ കൂടി നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇനി മുരളീധരൻ വരുന്നതോടെ അതിന്റെ സ്ട്രാറ്റജി തന്നെ മാറ്റേണ്ട ഒരവസ്ഥയാണ് ഈ ഇരു പാർട്ടികൾക്കും ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും സാമുദായിക സമവാക്യങ്ങളിൽ മാറ്റം വരും, അന്തരീക്ഷത്തിൽ മാറ്റം വരും. മാത്രമല്ല കോൺഗ്രസിന്റെ താഴെത്തട്ട് മുതൽ ഈ ഒരു തൃശ്ശൂർ നിലനിർത്തേണ്ടത് ഒരു അഭിമാന പോരാട്ടമായി കണ്ട് താഴെത്തട്ട് മുതൽ പ്രവർത്തകർ ഊർജ്ജസ്വലമായിട്ട് രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഇതിനെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ നാളെ അദ്ദേഹം വരുമ്പോൾ, കെ മുരളീധരൻ വരുമ്പോൾ റോഡ് ഷോ നടത്തി സ്വീകരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഈ പോരാട്ടം ത്രികോണ മത്സരം എന്ന് പറയുമ്പോഴും ഏറ്റവും കടുത്ത പോരാട്ടത്തിന് കളമൊരുങ്ങുന്നത് തീർച്ചയായിട്ടും അത് സ്ഥിരീകരിക്കാവുന്ന രീതിയിലേക്ക് കെ മുരളീധരൻ തൃശ്ശൂരിൽ നാളെ എത്തുമെന്ന് സ്ഥിരീകരിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പത്മജ വേണുഗോപാലിന്റെ BJPയിലേക്കുള്ള പോക്ക് അതൊരു തിരിച്ചടിയായി കണ്ടുകൊണ്ട് അതിൽ തളരാതെ അതൊരു പുതിയ ഊർജ്ജമായി കണക്കിലെടുത്തുകൊണ്ട് പാർട്ടി മുന്നേറണം എന്നുള്ള ചില തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു. അത്തരം ചില നീക്കങ്ങളിലേക്ക് കടക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു. ഇതിനിടയിൽ പത്മജ വേണുഗോപാൽ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുകയാണ്. ഇന്നലെ സംസ്ഥാന BJP നേതൃത്വത്തിന്റെ അസാന്നിധ്യത്തിൽ കൂടിയായിരുന്നു BJP അംഗത്വം സ്വീകരിച്ചത് പത്മജ വേണുഗോപാൽ. ഇന്ന് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ രൂക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങളുണ്ട്. പ്രത്യേകിച്ച് യുവ നേതാക്കളടക്കം ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും പത്മജ വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നുള്ളത് കേരള രാഷ്ട്രീയം കൂടി ഉറ്റുനോക്കുന്ന കാര്യമാണ്. വി വിനോദ്